ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇപ്പോൾ കേവലം സീറ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമല്ല. അത് രണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതികൾ തമ്മിലുള്ള യുദ്ധമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും BJP എന്ന ദേശീയ പ്രസ്ഥാനം തങ്ങളുടെ ഏകശിലാത്മക ദേശീയത ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രാദേശികമായ ഐഡന്റിറ്റി ഉപയോഗിച്ച് പ്രതിരോധിക്കുകയാണ് മമതയും MK സ്റ്റാലിനുമെല്ലാം. ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും സങ്കീർണമായ രാഷ്ട്രീയ കളികളെ കുറിച്ചൊന്ന് പരിശോധിക്കാം. ആദ്യം ബംഗാളിനെ എടുക്കുകയാണെങ്കിൽ ബംഗാളിൽ മത്സരം തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലാണെന്ന് നമുക്ക് തോന്നും. എന്നാലും മമതാ ബാനർജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പോരാട്ടം തിരഞ്ഞെടുപ്പ് കമ്മീഷനും തൃണമൂൽ കോൺഗ്രസും തമ്മിലാണ്. വോട്ടർ പട്ടികയിൽ നിന്നുള്ള പേര് വെട്ടിമാറ്റൽ മുതൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം വരെ നീണ്ടു നിൽക്കുന്ന നീതിരഹിതമായ ഇടപെടലുകൾ നടക്കുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മമത എന്ന നേതാവിനെയാണ്. മമത ഒരു സാധാരണ രാഷ്ട്രീയക്കാരിയല്ല. കേന്ദ്ര ഏജൻസികൾ തന്റെ ഓഫീസിലോ സഹായികളുടെ ഓഫീസിലോ കയറിയാൽ നേരിട്ട് ചെന്ന് അവരുടെ ഫയലുകൾ പിടിച്ചെടുത്ത് തിരിച്ചെടുക്കാൻ മടിക്കാത്ത ഒരു ഫൈറ്ററാണവർ. മുറിവേറ്റ കടുവ സാധാരണ കടുവയേക്കാൾ അപകടകാരിയാണ് എന്ന അവരുടെ പ്രഖ്യാപനം BJPക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പായിരുന്നു. ബംഗാളിന്റെ സംസ്കാരത്തെ തങ്ങളുടെ ഹിന്ദുത്വ ദേശീയതയിലേക്ക് മാറ്റാനാണ് അവിടെ BJPയുടെ ശ്രമം. എന്നാൽ ഇതിനെ ബംഗാളി ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചാണ് മമത നേരിടുന്നത്. പുറത്തു നിന്നുള്ളവർ ബംഗാളിനെ ഭരിക്കാൻ വരേണ്ട എന്ന മമതയുടെ ലൈൻ അവിടെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ കരുത്ത് ദളിത് മുസ്ലിം വിഭാഗങ്ങൾ, സാംസ്കാരിക നായകന്മാർ, സാധാരണക്കാർ ഉൾപ്പെട്ട ഒരു റെയിൻബോ പൊളിറ്റിക്സ് ആണ്. പല അടരുകളിൽ നിന്നും മനുഷ്യരെ ഒരുമിച്ച് നിർത്താൻ മമതയ്ക്ക് സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ മനോഹരം. ഈ ഐക്യത്തെ തകർക്കാനാണ് അവിടെ കേന്ദ്ര നീക്കങ്ങൾ നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് നീതിപൂർവ്വം നടന്നാൽ ഇന്നും നാളെയും ബംഗാളിൽ തൃണമൂലിനെ അട്ടിമറിക്കാൻ BJPക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇനി തമിഴ്നാടിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് BJPക്കുള്ളത്. ബംഗാളിൽ മമത ചെയ്യുന്ന അതേ തന്ത്രം തന്നെയാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിനും പയറ്റുന്നത്. എല്ലാ ചെറിയ പാർട്ടികളെയും കൂട്ടി ഒരു വലിയ മുന്നണി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അലയൻസ് ഗവൺമെന്റ് എന്ന സങ്കല്പം ഇല്ല എന്നതാണ്. ഇലക്ഷൻ സമയം എല്ലാവരും കൂടെ ഉണ്ടാകും, പക്ഷേ ഭരണം DMK തന്നെയായിരിക്കും. കോൺഗ്രസിനും ഇടത് പാർട്ടികൾക്കും മുസ്ലിം ലീഗിനും ഒക്കെ അർഹമായ സീറ്റുകൾ നൽകി അവരെ ഒപ്പം നിർത്താൻ സ്റ്റാലിന് സാധിക്കുന്നുണ്ട്. BJP അവിടെ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും DMKക്ക് ഒരു പകരക്കാരനായി വരുന്നത് BJP അല്ല, മറിച്ച് വിജയെ പോലുള്ള താരങ്ങൾ നയിക്കുന്ന പുതിയ രാഷ്ട്രീയ ശക്തികളാണ്. ഇതും BJPയുടെ ദേശീയത എന്ന് പറയുന്ന പ്രൊജക്ടിന് വലിയ തിരിച്ചടിയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മണ്ണിൽ അടിയുറച്ചു നിൽക്കുന്ന തമിഴ് ജനതയെ സ്വാധീനിക്കാൻ BJPക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. ചുരുക്കത്തിൽ RSSനെ സംബന്ധിച്ച് ബംഗാളും തമിഴ്നാടും കേവലം രണ്ട് സംസ്ഥാനങ്ങളല്ല, അവരുടെ ഏക ഭാരതം എന്ന സ്വപ്നം ഇനിയും പിടുത്തം കൊടുക്കാത്ത രണ്ട് വലിയ ഇടങ്ങളാണിവ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ജയത്തെക്കാൾ സാംസ്കാരികമായ ഒരു മാറ്റത്തിനാണ് അവർ അവിടങ്ങളിൽ ശ്രമിക്കുന്നത്. ബംഗാൾ പിടിച്ചെടുത്താൽ അടുത്ത ലക്ഷ്യം തമിഴ്നാടായിരിക്കുമെന്ന് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. പക്ഷേ മമതയും സ്റ്റാലിനും ഉയർത്തുന്ന പ്രാദേശിക ദേശീയതയെ മറികടക്കാൻ BJPയുടെ വടക്കേ ഇന്ത്യൻ ശൈലിയിലുള്ള രാഷ്ട്രീയത്തിന് ഒരിക്കലും സാധിക്കില്ല. Waytonikah.com, the exclusive Muslim matrimonial site.